കഴിഞ്ഞ വർഷമായിരുന്നു ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ്റെയും സംരംഭകയും നടികയുമായ ആരതി പൊടിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. വളരെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കുമെന്നായിരുന്നു ഇവരുടെയും അന്ന് പറഞ്ഞത്. എന്നാൽ വിവാഹം നീണ്ടു. ഇതോടെ ഇരുവരും തമ്മിൽ തർക്കിച്ചു പിരിഞ്ഞുവെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞു. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച് രണ്ടുപേരും രംഗത്തെത്തി. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും ഇരുവരും വിശദീകരിച്ചു. ഇപ്പോൾ ഇതാ എന്തുകൊണ്ട് വിവാഹം വൈകുന്നു എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് റോബിൻ. റോബിൻ്റെ വാക്കുകൾ ഇങ്ങനെ: എല്ലാവരും ചോദിക്കുന്നത് ഞങ്ങൾ കല്യാണം കഴിക്കുകയില്ലേ എന്ന്. ഞങ്ങൾ സമയമാകുമ്പോൾ വിവാഹം കഴിക്കും. പ്രായപൂർത്തിയായ ആളുകൾ തന്നെയാണല്ലോ. ഞങ്ങളുടെ വിവാഹം എപ്പോഴായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ രണ്ട് രീതിയിൽ പോകുന്ന ആളാണ്. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങളുമുണ്ട്. സാധാരണഗതിയിൽ വരുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയും. എന്നാൽ പൊടിയുടെ വീട്ടുകാർ എന്നെ പിന്തുണച്ച് കുടുംബം കൂടെയുണ്ട് തന്നെ നമ്മുടെ ശക്തി. എൻ്റെ കുടുംബം പോലെ ഒരു കുടുംബത്തെയാണ് യഥാർത്ഥത കിട്ടിയത്. പൊടിയുടെ അമ്മ എന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് കേൾക്കുവാനും സംസാരിക്കാനും ഒക്കെ ആൾ വേണം. എൻ്റെ അച്ഛനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഫോർമുലമാണ്. അച്ഛൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പൊടിയുടെ അച്ഛൻ അതുപോലെ തന്നെയാണ്. ഇങ്ങനെയൊരു മാതാപിതാക്കളെ കിട്ടിയത് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പൊടിയോട് ഇഷ്ടം തോന്നിയപ്പോൾ സത്യത്തിൽ ഞാൻ നേരിട്ട് വീട്ടിൽ വന്ന് ചോദിക്കുകയായിരുന്നു. അച്ഛൻ്റെ പക്ഷേ മനസ്സിലായില്ല. കാരണം അച്ഛൻ ബിഗ് ബോസ് ഒന്നും കാണാറില്ല. അദ്ദേഹം സാധാരണ തൃശ്ശൂരുകാരൊക്കെ ചോദിക്കുന്ന മട്ടിൽ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ കരുതിയത് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. എൻ്റെ ഇഷ്ടമാണ് കുടുംബത്തിൻ്റെ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അച്ഛന് മനസ്സിലായത്. താരം വെളിപ്പെടുത്തി തൻ്റെ ഭാവിയും പദ്ധതിയും റോബിൻ വെളിപ്പെടുത്തി. ഞാൻ എന്താണ് ചോദിക്കുന്നത് പോലെ ചോദിക്കാൻ നല്ലൊരു തിരിച്ചറിയാൻ വേണ്ടിയാണ് മൗനമായി കാര്യങ്ങൾ ചോദിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബം ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് എന്തെങ്കിലും നേടിയിരിക്കുന്നത്. ഞാൻ വീണ്ടും ഡോക്ടറായി ജോലി ചെയ്യാത്തത് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. തിരിച്ച് ഹോസ്പിറ്റൽ കയറിക്കൂടെ എന്ന് ചോദ്യം. എന്നാൽ സ്വന്തമായൊരു ഡെർമറ്റോളജി ക്ലിനിക് തുടങ്ങണമെന്നുണ്ട്. പക്ഷേ അതൊന്നും ശരിയായിട്ടില്ല. ഞാൻ വളരെ പെർഫെക്റ്റ് ആയൊരു വ്യക്തിയൊന്നുമല്ല. എനിക്കൊരുപാട് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നല്ലൊരു മനുഷ്യനായി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇനിയും അതൊക്കെ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്.